ഇനി മുതൽ വോയിസ് മെസ്സേജ് വന്നാൽ അത് കേൾക്കാൻ ഇയർഫോൺ തപ്പി നടക്കേണ്ട. വോയിസ് മെസ്സേജുകൾ ഇനി വായിച്ചു മനസ്സിലാക്കാം. എങ്ങനെയെന്നല്ലേ? അയക്കുന്ന വോയിസ് നോട്ട് അപ്പുറത്തുള്ള ആൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റുകളായി വായിക്കാൻ കഴിയുന്ന ട്രാൻസ്ക്രൈബ് സംവിധാനം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ വാട്സാപ്പ്. സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നതിനേക്കാൾ എളുപ്പമാണ് വാട്സാപ്പിൽ വോയിസ് നോട്ട്സ് അയക്കുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമായി ആശയക്കുഴപ്പത്തിനിടയില്ലാതെ അപ്പുറത്തുള്ള ആൾക്ക് വോയിസ് നോട്ടിലൂടെ കൈമാറാനാവുകയും ചെയ്യും. എന്നാൽ ചുറ്റും ആളുകളുള്ളപ്പോൾ ഇത്തരമൊരു മെസ്സേജ് കിട്ടിയാൽ ഇയർഫോണോ മറ്റോ ഇല്ലാതെ അത് ഉടൻ കേൾക്കാനുമാവില്ല. ഈ ഒരു പ്രതിസന്ധിക്ക് ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുകയാണ് വാട്സാപ്പ്. ശബ്ദ സന്ദേശത്തെ അക്ഷരത്തിലേക്ക് മാറ്റുന്ന ട്രാൻസ്ക്രൈബ് സംവിധാനമാണ് വാട്സാപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ അപ്ഡേഷൻ എല്ലാ വാട്സാപ്പ് ഉപയോക്താക്കൾക്കും ആഴ്ചകൾക്കുള്ളിൽ ലഭ്യമാക്കും. സമയമെടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതിന് പകരം വോയിസ് നോട്ട് അയക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻ ഇതിനെ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വോയിസ് നോട്ടിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സൗകര്യം വാട്സപ്പ് നേരിട്ട് എനബിൾ ചെയ്യില്ല. അത് ഉപഭോക്താവിൻ്റെ സൗകര്യത്തിന് വിട്ടിരിക്കുകയാണ്. വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അത് മാനുവലായി ചെയ്യേണ്ടി വരും. ഇതിനായി വാട്സപ്പ് സെറ്റിംഗ്സിലെ ചാറ്റ് ഓപ്ഷനിലേക്ക് പോവുക. ഇതിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എനേബിൾ ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ലഭിക്കുന്ന വോയിസ് നോട്ടുകൾ വാട്സപ്പ് ടെക്സ്റ്റായി കാണിക്കും. ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് ലഭിക്കുന്നു. ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പ് കാണിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്ക്രിപ്റ്റ് സന്ദേശം ഡൗൺലോഡ് ആകും. ഇത് ഏകദേശം 90 MB അടുത്തേ വരികയുള്ളൂ. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ വോയിസ് നോട്ടിന് താഴെയായി സന്ദേശം ടെക്സ്റ്റ് രൂപത്തിൽ കാണാൻ സാധിക്കും. ബീറ്റ വേർഷനിൽ ഈ സംവിധാനം പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഫോണിൽ മാത്രമേ ഈ സൗകര്യം നിലവിൽ ലഭിക്കൂ. വാട്സപ്പ് വെബിൽ ഈ സൗകര്യം ലഭിക്കില്ല. നിലവിൽ ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകളിൽ മാത്രമേ ട്രാൻസ്ക്രൈബ് ലഭിക്കൂ. ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ ഭാഷകളിലാണ് നിലവിൽ ട്രാൻസ്ക്രൈബ് ലഭിക്കുക. മറ്റു ഭാഷകളിൽ എന്ന് ലഭിക്കുമെന്ന കാര്യം വ്യക്തമല്ല. അതേസമയം വോയിസ് നോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കില്ല. സ്വകാര്യതയുടെ വിഷയമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണം വാട്സപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഉപയോക്താക്കൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് സന്ദേശങ്ങളാണ്. അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളുമല്ലാതെ വാട്സപ്പിന് പോലും ഇടയിൽ കടന്ന് കേൾക്കാനാവില്ല എന്നാണ് കമ്പനി പറയുന്നത്.